ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്വപ്നലോകം. മേഘങ്ങളെ തൊടുന്ന മഞ്ഞുമലകളും ഓരോ ചുവടും പുതിയൊരു അനുഭവമാകുന്ന മലനടത്തം. ഇതാണ് നേപ്പാൾ. ഈ വ്ലോഗിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന ലോക പ്രശസ്തമായ അന്നപൂർണ ബേസ് ക്യാമ്പിലേക്കാണ്. പ്രകൃതിയും സാഹസികതയും ജീവിതകാലം മുഴുവൻ മറക്കാനാവാത്ത ഓർമ്മകൾ നിറഞ്ഞ ഈ യാത്രയുടെ കഥയിലേക്ക് സ്വാഗതം. ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്വപ്നരാജ്യമാണ് നേപ്പാൾ. ഇന്ത്യക്കും ചൈനക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ചെറിയ രാജ്യം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിരകളുടെയും പുരാതന സംസ്കാരത്തിന്റെയും ആത്മീയ പൈതൃകത്തിന്റെയും അതിമനോഹരമായ പ്രകൃതിയുടെയും നാടാണ്. ബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനിയും ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എവറസ്റ്റും ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്. വർഷങ്ങൾ തോറും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് സഞ്ചാരികളും ട്രെക്കർമാരും പ്രകൃതി സ്നേഹികളും നേപ്പാളിലേക്ക് എത്തുന്ന ഈ രാജ്യത്തിന്റെ അതുല്യമായ സൗന്ദര്യം നേരിൽ അനുഭവിക്കാനാണ്. എന്നാൽ അവരിൽ പലരുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് അന്നപൂർണ ബേസ് ക്യാമ്പ് ട്രെക്ക്. അന്നപൂർണ എന്ന പേര് സംസ്കൃതത്തിൽ അന്നത്തിന്റെ ദേവി എന്ന അർത്ഥം നൽകുന്നു. എന്നാൽ ഇന്ന് ഈ പേര് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ട്രെക്കിംഗ് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എന്നാണെന്ന് പ്രതിനിധീകരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4130 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്നപൂർണ ബേസ് ക്യാമ്പ് സാഹസിക യാത്രകളെ സ്നേഹിക്കുന്നവരുടെ സ്വപ്ന ലക്ഷ്യമാണ്. ഇവിടെ എത്താൻ വാഹനപാതകളില്ല. ദിവസങ്ങളോളം സ്വന്തം കാലുകളിൽ നടന്ന് കാടുകളും മലകളും താണ്ടി മാത്രമേ ഈ സ്ഥലത്തിലെത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ യാത്ര ലക്ഷ്യസ്ഥാനത്തെ കുറിച്ചല്ല, യാത്രയിൽ ലഭിക്കുന്ന ഓരോ അനുഭവത്തെക്കുറിച്ചുമാണ്. ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് നേപ്പാളിലെ മനോഹരമായ നരകമായ പൊക്കാരയിൽ നിന്നാണ്. ഹിമാലയത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഈ നഗരം ശാന്തമായ ഹൈവേ തടാകവും അതിന്റെ പിന്നിൽ ഉയർന്നു നിൽക്കുന്ന അന്നപൂർണയും മച്ചപ്പൂച്ചയും പോലുള്ള മഞ്ഞുമലകളും കൊണ്ട് ലോക പ്രശസ്തമാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് ട്രക്കന്മാർ അവരുടെ സ്വപ്നയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നാണ്. യാത്ര മുന്നോട്ട് പോകുമ്പോൾ നേപ്പാളിന്റെ മറ്റൊരു മുഖം ഞങ്ങൾ കണ്ടു. ആധുനിക നഗരങ്ങളെക്കാൾ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഗ്രാമങ്ങള്, വഴിയിലുടനീളം തദ്ദേശീയ സമൂഹങ്ങളുടെ ചെറിയ വാസസ്ഥലങ്ങൾ, അവരുടെ ലളിതമായ ജീവിതം, ആത്മാർത്ഥമായ സ്വീകരണം, മലകളോടൊപ്പം ഇടകിച്ചേർന്ന സംസ്കാരം, പാരമ്പര്യ വീടുകൾ, പ്രാർത്ഥനാ പാത, ചെറിയ ബുദ്ധവിഹാരങ്ങൾ, ഇതെല്ലാം ചേർന്ന നേപ്പാളിന്റെ ശരിയായ സൗന്ദര്യം വർണ്ണിക്കുന്നത്. ഓരോ ദിവസവും ഓരോ പുതിയ കാഴ്ചകളായിരുന്നു കേട്ടോ. 100 കണക്കിന് കല്ലുപടികൾ, മുകളിലൂടെ കടന്നു പോകുന്ന തൂക്കുപാലങ്ങൾ, പച്ചപിടിച്ച വനങ്ങൾ, മലകളിലൂടെ ഒഴുകുന്ന നദി, വെള്ളച്ചാട്ടങ്ങൾ, മേഘങ്ങൾക്കിടയിലൂടെ തെളിയുന്ന മഞ്ഞുമലകൾ. ഓരോ വളവും ഓരോ പുതിയ ഫ്രെയിം പോലെ തോന്നി. എവിടെ നോക്കിയാലും പ്രകൃതിയുടെ മറ്റൊരു അത്ഭുതമായിരുന്നു നേപ്പാൾ. ഇവിടെ ആളുകൾക്ക് വലിയ ആഡംബരങ്ങൾ ഇല്ലെങ്കിലും വലിയ മനസ്സുണ്ട്. യാത്രക്കാരെ കണ്ടാൽ അവരെ ചിരിയോടെ സ്വാഗതം ചെയ്യും. ഒരു ചായക്കപ്പ് പോലും സ്നേഹത്തോടെ നൽകും. ചിലപ്പോൾ ഭാഷയിൽ വ്യത്യസ്തമായേക്കും, പക്ഷെ അവർ കണ്ണുകളിൽ കാണുന്ന കരുണയും സൗഹൃദവും സ്നേഹവും എല്ലാം മനസ്സിലാക്കി സഹായിക്കും എല്ലാവരും. ഇവിടെ ഈ ഗ്രാമങ്ങളിലൂടെ നടക്കുമ്പോൾ തോന്നുന്നത് സമയം ഇവിടെ വളരെ പതുക്കെ ഒഴുകുന്നു എന്നതാണ്. ജീവിതം ലളിതമാണ്, പക്ഷെ അതിലൊരു പ്രത്യേകത ചൂടുണ്ട്. അതാണ് നേപ്പാളിന്റെ അന്നപൂർണ ബേസ് ക്യാമ്പിലേക്ക് യാത്ര ഇത്രയും മനോഹരമാക്കുന്നത്. ഉയരത്തിലേക്ക് കയറും തോറും വായുവിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നു. ഓരോ ചുവടും കൂടുതൽ പ്രയാസമാകുന്നതും ശരീരം ക്ഷീണിക്കുമ്പോഴും മനസ്സ് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതും മുന്നിൽ തെളിയുന്ന ഹിമാലയത്തിന്റെ അതുല്യമായ ഭംഗിയാണ്. ചിലപ്പോൾ ശ്വാസം മുട്ടും, ചിലപ്പോൾ കാലുകൾ ഭാരമായി തോന്നും, പക്ഷെ മുന്നിൽ കാണുന്ന മലകൾ നമ്മളെ വിളിക്കുന്ന പോലെ തോന്നും. ഇനിയും കുറച്ച് മാത്രം എന്നൊരു പ്രതീക്ഷ മനസ്സിൽ തുടരും. അതാണ് അന്നപൂർണ ട്രെക്കിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഓരോ ചുവടും ക്ഷമയുടെയും ആത്മവിശ്വാസത്തിന്റെയും ഒരു പരീക്ഷണമാണ്. ഈ യാത്ര നമ്മെ പഠിപ്പിക്കുന്നത് വേഗത്തിൽ പോകുന്നതല്ല, നിർത്താതെ മുന്നോട്ട് പോകുന്നതാണ് പ്രധാനമെന്ന് നമ്മളെ പഠിപ്പിക്കും. ഓരോ ചെറിയ വിജയം ഇവിടെ വലിയ സന്തോഷമായി മാറുന്നുണ്ട്. ഈ യാത്രയിൽ വലിയ കാഴ്ചകൾ മാത്രമല്ല, ചെറിയ നിമിഷങ്ങളും മനസ്സിൽ പതിയും. ഒരു പുഞ്ചിരി, ഒരു ചായ, ഒരു വിശ്രമം, ഒരു മഞ്ഞുമൂടിയ പാത, എല്ലാം ചേർന്ന് ഈ ട്രെക്കിനെ അത്രയും പ്രത്യേകമാക്കുന്നു. രാവിലെ സൂര്യൻ മലകളുടെ മുകളിൽ പതുക്കെ തെളിയുമ്പോൾ ആ പ്രകാശം നേരിട്ട് ഹൃദയത്തിൽ വീഴുന്ന പോലെ തോന്നും. വൈകുന്നേരങ്ങളിൽ ആകാശം ഓറഞ്ചും പിങ്കും നിറങ്ങളായി മാറുമ്പോൾ യാത്ര ക്ഷീണം പോലും മറന്നുപോകും. ചിലപ്പോൾ പാതകൾ ഇടുങ്ങിയതായിരിക്കും, ചിലപ്പോൾ കല്ലുകൾ വഴുതും, ചിലപ്പോൾ കാറ്റ് ശക്തമാവും. എങ്കിലും ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് ചുറ്റുമുള്ള പ്രകൃതിയുടെ അതുല്യമായ ഭംഗിയാണ്. ABC ട്രയലിന്റെ ഓരോ ഭാഗവും ഒരു പുതിയ വികാരമാണ് നൽകുന്നത്. ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ അത്ഭുതം, ചിലപ്പോൾ നിശബ്ദമായ നന്ദി. ഈ യാത്രയിൽ കണ്ണുകൾ കണ്ണിലുപരി ഹൃദയം അനുഭവിക്കുന്നതാണ് കൂടുതലും. ഈ യാത്ര ഒരു ട്രെക്ക് മാത്രമായിരുന്നില്ല, ഓരോ മലനിരയും ശ്വാസവും ജീവിതത്തെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ പഠിപ്പിച്ച അനുഭവമായിരുന്നു. രാവിലെ മഞ്ഞിൽ മൂടിയ പാതകളിലൂടെ നടക്കുമ്പോൾ ജീവിതത്തിലെ ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും എത്ര ചെറുതാണെന്ന് തോന്നും. വിശ്രമിക്കുമ്പോൾ ദൂരെയായി തെളിയുന്ന മലകൾ നോക്കിയാൽ മനസ്സിന് ഒരു പുതിയ ശക്തി ലഭിക്കും. ഇവിടെ എത്തിയതിനു ശേഷം മനസ്സിലാക്കുന്നത് ഹിമാലയം കീഴടക്കാൻ കഴിയുന്ന ഒന്നല്ല, മറിച്ച് അത് നമ്മളെ വിനയവും ക്ഷമയും പ്രകൃതിയോടുള്ള ബഹുമാനവും പഠിപ്പിക്കുന്ന ഒരു മഹത്തായ അധ്യാപകനാണ്. ഈ യാത്ര കഴിഞ്ഞാലും അതിന്റെ സ്വാധീനം മനസ്സിൽ നിന്ന് പോകില്ല. കാരണം ഇത് ശരീരത്തെക്കാളും കൂടുതൽ മനസ്സിനെ ഒരാളെ മറ്റൊരാളാക്കി കാണുന്ന ഒരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ 2 ദിവസത്തിന്റെ നടത്തിനൊടുവിൽ ഞങ്ങൾ അന്നപൂർണ ബേസ് ക്യാമ്പിലേക്ക് പോവുകയാണ്. ഏകദേശം 4130 മീറ്റർ ഉയരത്തിൽ ചുറ്റും 7000ഉം 8000ഉം മറ്റിലധികം ഉയരമുള്ള ഭീമൻ കൊടിമുടികളും അന്നപൂർണ 1, അന്നപൂർണ സൗത്ത്, ഹിയൻ ചൂലി, മച്ചപുച്ച തുടങ്ങിയ മഞ്ഞുമൂടിയ മലകൾ നമ്മെ ചുറ്റി നിൽക്കുന്നു. ആ നിമിഷം മനുഷ്യൻ പ്രകൃതിയുടെ മുന്നിൽ എത്ര ചെറുതാണെന്ന് സ്വയം തിരിച്ചറിയുന്ന ഒരു നിമിഷമായിരിക്കും. ക്യാമറയിൽ ആ കാഴ്ച പകർത്താൻ കഴിയുമെങ്കിലും ആ ഒരു നിമിഷം മനസ്സിൽ ഉണ്ടാകുന്ന വികാരവും വാക്കുകളും കൊണ്ട് പൂർണ്ണമായി വിവരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഓരോ ദിവസവും ഞങ്ങൾ നടക്കുന്നത് ഒരു ലക്ഷ്യത്തിലേക്കായിരുന്നു. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ യാത്ര തുടങ്ങും. തണുത്ത കാറ്റിൽ കൈകൾ മരവിക്കും. ബാക്ക് പാക്കിന്റെ ഭാരം ഓരോ മണിക്കൂറും
ഓടുന്ന പോലെ തോന്നും. ചില സമയങ്ങളിൽ ഇനി എത്ര ദൂരം എന്ന ചോദ്യമാണ് മനസ്സിൽ വരിക. പക്ഷേ ഓരോ വളവ് തിരിയുമ്പോഴും മുന്നിൽ തെളിയുന്ന പുതിയ മലകൾ ആ ചോദ്യത്തിന് മറുപടി പൂർണ്ണമായിരിക്കും. ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ട്രക്കന്മാരും അവിടെ ഉണ്ടാകും. ഭാഷകൾ വ്യത്യസ്തമായാലും എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, അന്നപൂർണ്ണ ബേസ് ക്യാമ്പ്. ആരും പരസ്പരം അറിയില്ല, പക്ഷെ ഒരു പുഞ്ചിരിയും നമസ്തേ എന്നൊരു വാക്കും മതി എല്ലാവരും യാത്രാ സുഹൃത്തുക്കളായി മാറും. ഒടുവിൽ അവസാനത്തെ ആ കയറ്റം പിന്നിട്ട് വെൽക്കം ടു അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് എന്ന ബോർഡ് കണ്ണിൽ പതിഞ്ഞ നിമിഷം ദിവസങ്ങളായി നടന്ന എല്ലാ ക്ഷീണവും ഒരു നിമിഷത്തിൽ അപ്രതീക്ഷിതമായ പോലെ തോന്നി. അറിയാതെ തന്നെ മൂത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. എത്രയോ മാസങ്ങളായി സ്വപ്നം കണ്ടിരുന്ന ആ ഒരു സ്ഥലം ഒടുവിൽ നമ്മുടെ മുന്നിലായിരിക്കും. ചുറ്റും നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും മഞ്ഞുമൂടിയ ഭീമൻ മലകൾ മാത്രം. അന്നപൂർണ്ണ 1, അന്നപൂർണ്ണ സൗത്ത്, ഹിയൻ, ചൂലി, മച്ചപുച്ച അവയെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരിൽ കാണുമ്പോൾ ആ അനുഭവം പൂർണ്ണമായി വ്യത്യസ്തമായിരുന്നു. മലകൾ ഇത്രയും അടുത്ത് നിൽക്കുമ്പോൾ അവയുടെ മഹത്തിന് മുന്നിൽ നമ്മൾ എത്ര ചെറുതാണെന്ന് നമ്മൾ മനസ്സിലാക്കി പോകും. ആ ഒരു നിമിഷത്തിൽ ക്യാമറ എടുത്ത് വീഡിയോ എടുക്കണമെന്ന് പോലും തോന്നിയില്ല. കുറച്ചു നേരം വെറുതെ ആ കാഴ്ച നോക്കി നിൽക്കണം എന്നായിരുന്നു മനസ്സ് പറഞ്ഞത്. കാരണം ചില കാഴ്ചകൾ റെക്കോർഡ് ചെയ്യാനല്ല, ജീവിതകാലം മുഴുവനും മനസ്സിൽ സൂക്ഷിക്കാനാണ്. അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ചിത്രങ്ങളിൽ എത്ര കണ്ടാലും നേരിൽ കാണുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഭംഗി മനസ്സിലാകുന്നത്. ഏകദേശം 4130 മീറ്റർ ഉയരത്തിൽ ഒരു വലിയ പ്രകൃതിദത്ത ആംഫി തിയേറ്റർ പോലെയാണ് ഈ സ്ഥലം. 4 വശവും മഞ്ഞു മൂടിയ ഭീമൻ കൊടിമുടികൾ നമ്മളെ ചുറ്റി നിൽക്കുന്നു. നമ്മൾ മലകൾ കാണുന്നില്ല, മലകളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ABC-യിൽ ഏറ്റവും മനോഹരമായ കാര്യം അവിടുത്തെ നിശബ്ദതയാണ്. വാഹനങ്ങളുടെ ശബ്ദമില്ല, നഗരത്തിന്റെ തിരക്കില്ല. കേൾക്കുന്നത് തണുത്ത കാറ്റിന്റെ മൃദുവായ ശബ്ദം, ദൂരം എവിടെയോ മഞ്ഞ് പൊട്ടി വീഴുന്ന ചെറിയ മുഴക്കങ്ങൾ മാത്രം. ആ നിശബ്ദത പോലും മനസ്സിനോട് എന്തോ സംസാരിക്കുന്നത് പോലെ തോന്നും. അവിടെയുള്ള തണുപ്പ് ശരീരത്തെ സ്പർശിക്കും, പക്ഷെ ചുറ്റുമുള്ള കാഴ്ചകൾ മനസ്സിനെ ചൂടാക്കും. ഓരോ ദിശയിലേക്കും നോക്കുമ്പോഴും പുതിയൊരു മല, പുതിയൊരു കാഴ്ച, പുതിയൊരു അത്ഭുതം. ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കുമ്പോൾ പോലും ഒരു നിരാശ തോന്നും. കാണാൻ കണ്ണുകൾ കാണുന്ന ഭംഗിയുടെ പകുതി പോലും ഒരു ക്യാമറയിൽ പകർത്താൻ കഴിയുന്നില്ലല്ലോ. അവിടെ നിന്ന് മടങ്ങുമ്പോൾ തോന്നുന്നത് ഒരു സ്ഥലത്ത് നിന്ന് തിരികെ പോകുകയല്ല, മനസ്സിന്റെ ഒരു ഭാഗം അവിടെ ഇട്ട് മടങ്ങുകയാണെന്നതാണ്. അതുകൊണ്ടാവും ഒരിക്കൽ ABC കണ്ടവർ വീണ്ടും വീണ്ടും ഹിമാലയത്തിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കും. എന്തിന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഒന്ന് ചെയ്യാമായിരുന്നു, പോകാമായിരുന്നു എന്ന്. നേപ്പാൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, സംസ്കാരവും ആത്മീയതയും സാഹസികതയും പ്രകൃതിയും ഒരുമിച്ച് അനുഭവിക്കാമെന്ന ഒരു രാജ്യമാണ്. അതുപോലെ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ഒരു ട്രെക്ക് മാത്രമല്ല, അത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും യാത്രയാണ്. ഈ യാത്ര അവസാനിച്ചാലും ഹിമാലയത്തിന്റെ നിശബ്ദതയും നേപ്പാളിന്റെ സൗന്ദര്യവും അന്നപൂർണ്ണയുടെ ഓർമ്മകളും ജീവിതകാലം മുഴുവനും മനസ്സിൽ തന്നെ ജീവിച്ചിരിക്കും. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഓർമ്മ തന്ന അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് യാത്രയുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഫ്രം ഡിഗി ദ വ്ളോഗർ.